റോഡിന്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. ഒരു സൈഡ് ശരിയാക്കും, 1 വീക്ക് നോക്കുമ്പോൾ അവിടെ പിന്നെയും കുഴിയാ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. ഒപ്പീനിയൻ കൂടെ കണക്കിലെടുത്തിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവിടെ യാതൊരു കാരണവശാലും ഒരു മാറ്റവും വരാൻ പോലില്ല. കമ്മ്യൂണിസ്റ്റ് അതിനേക്കാളും ഗതികേടായി കിടക്കുകയാണ്. അവൻ്റെ കാര്യം, അവൻ്റെ കുടുംബകാര്യം മാത്രം. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിടന്ന് ഉണ്ടാക്കണത് തന്നെ. പക്ഷേ ഇതുവരെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയും. ആദ്യം കൊള്ളയടിയും പിടിച്ചോറിയും നിൽക്കണമെങ്കിൽ ഇവിടുത്തെ ഭരണം നന്നായിരുന്നു. ഓക്കെ, നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ നടക്കുന്ന പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം ഇപ്പം നടക്കുന്ന ഈ ഒരു കറണ്ട് സിനാരിയോയിൽ നിങ്ങൾക്ക് എന്ത് നിർദ്ദേശം അല്ലെങ്കിൽ എന്ത് കാര്യമായിരിക്കും നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് കാര്യമായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. ഒപ്പീനിയൻ കൂടെ കണക്കിലെടുത്തിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അതായത് ഇമ്പോസ് ചെയ്യുന്നതിന് പകരം കളക്റ്റീവായിട്ടൊരു ഡിസിഷൻ എടുത്തത്, കളക്റ്റീവ് ഒപ്പീനിയൻ കളക്ട് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നടക്കുന്ന വികസനങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പോൾ റോഡിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് നിർദ്ദേശമായിരിക്കും വയ്ക്കാൻ പറ്റുക? റോഡിന്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. കാരണം ഞാനിപ്പോൾ ക്ലാസ്സിന് പോകുന്നിടത്ത് തമ്പനൂരാണ് പോകുന്നത്. അവിടെ കുറേ നാളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഒരു സൈഡ് ശരിയാക്കും, 1 വീക്ക് നോക്കുമ്പോൾ അവിടെ പിന്നെയും കുഴിയാ. അത് കുറച്ച് പ്രശ്നമാണതിപ്പോൾ. കാരണം പോകുന്ന വഴിയൊക്കെ ചിലപ്പോൾ ഭയങ്കര ബ്ലോക്ക് ഉണ്ട് ഇത് കാരണമൊക്കെ. അപ്പം അതൊന്ന് നേരെയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതെന്നാണ്. കാരണം ഭയങ്കര പ്രശ്നമാണ് ഒരു സൈഡിൽ കൂടെ 2 വഴി പോകുന്നതും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നല്ല ബ്ലോക്കും ഒക്കെ പ്രശ്നമുണ്ട്. അതെ, അപ്പം നമുക്ക് കൃത്യസമയത്തിന് നമുക്ക് പോകാൻ ഇറങ്ങി നിൽക്കുന്നെങ്കിൽ നമ്മൾ എത്തണം എന്നില്ല. കാരണം ഈ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വൈകി എത്തുകയും ചെയ്യാം. പിന്നെ റോഡിൻ്റെ കണ്ടീഷൻസൊക്കെ ഇപ്പം എല്ലായിടത്തും മോശമെന്നാണ് പറയുന്നത്. എവിടെയാണ് ഡൈവേർഷൻ വരാമെന്നും പറയാൻ പറ്റില്ല. രാവിലെ ആയിരിക്കും അറിയാം ഇവിടുന്ന് ഡൈവേർഷൻ എന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, വളരെ നന്നായിട്ട് സംസാരിച്ചു. മാറ്റം എങ്ങനെ വരുമെന്ന് ഓരോ കാര്യങ്ങളൊക്കെ നടക്കില്ല, അത് എന്തെങ്കിലും ഒരു മാറ്റം, അത് മാറ്റം വന്നാലും ഇതിനേക്കാലം ആളംബരിക്കുകയുള്ളൂ. എല്ലാവരും ചേർന്ന ഒരു അഭിപ്രായങ്ങളുണ്ട്, ഒരു മാറ്റം വരണം, ഒരു മാറ്റം വരണം എന്നുള്ളതുണ്ട്. പക്ഷേ ആ മാറ്റം വരാനുള്ള ആള് വേണ്ടേ? അതിനെ പറ്റി ചിന്തിക്കട്ടെ. ഒരു മനസ്സിലൊരു മാറ്റം ഉണ്ടല്ലോ, ആ ഒരു മാറ്റം പറഞ്ഞു. ഇവിടെ യാതൊരു കാരണവശാലും ഒരു മാറ്റവും വരാൻ പോലില്ല. അല്ല, വരൂല്ല, നിർബന്ധമാണ്. മാറ്റം വരണമെന്ന് ആഗ്രഹം കാണൂലേ? ആഗ്രഹം ഉണ്ടെങ്കിലും അത് നടക്കണ്ടേ? നടക്കാനുള്ള ആള് വേണ്ടേ? മാറ്റം വരണമെന്ന് ചേർന്ന ഒരു ആഗ്രഹം. ആ മാറ്റം എന്തോന്നാണ് ചോദിച്ചത്. മാറ്റം വരുത്താനുള്ള ആള് ഇവിടെ ഭരണത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. BJP കൊണ്ട് ഒരിക്കലും മാറ്റം വരുത്താനും കഴിയും. BJP ഒന്നി തകർക്കാൻ പോകും, ഇല്ലാതെ യാതൊരു മാറ്റവും വരുത്തുമെന്ന് തോന്നുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് അതിനേക്കാളും ഗതികേടായി കിടക്കുകയാണ്. അവൻ്റെ കാര്യം, അവൻ്റെ കുടുംബകാര്യം മാത്രം. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ പാർട്ടി എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടാണെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിടന്ന് ഉണ്ടാക്കണത് തന്നെ. പക്ഷേ ഇതുവരെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയും. പാർട്ടി ഇവിടെ ആരും കുറ്റം പറഞ്ഞില്ലല്ലോ. പാർട്ടിയിൽ ഇരിക്കണവന്മാർ നേരെ ഇരുന്ന എല്ലാ കാര്യവും നേരെയാണ്. ഇല്ലാതെ പാർട്ടിയിൽ ഇരുന്നിട്ട് ഞാൻ മറ്റവനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പാർട്ടി നശിക്കുകയുള്ളൂ. അവിടെ യാതൊന്നും നടക്കാനും പോകുന്നു. എവിടെ പോയാലും പിടിച്ചോറിയും കൊള്ളയടിയും മാത്രം, അല്ലാതെ വേറെ എന്തെങ്കിലും ഇവിടെ നടക്കുന്നു. അവിടെയാണ് പ്രശ്നം. ആദ്യം കൊള്ളയടിയും പിടിച്ചോറിയും നിൽക്കണമെങ്കിൽ ഇവിടുത്തെ ഭരണം നന്നായിരിക്കും. അത് ഭരിക്കാനുള്ള ആള് ഇവിടെ ഇല്ല. റോഡ് എങ്ങനെ കിടക്കുള്ളൂ? ഇത് യാതൊരു കാരണവശാലും നന്നാവും മതി. കാര്യം അവർ നന്നാക്കി ഇടുന്നതെല്ലാം കാണുന്നില്ല. അവിടെ വെട്ടി കുഴിച്ചിട്ടേക്കുന്നതല്ലാതെ എന്തെങ്കിലും നടക്കുന്നില്ല. ജനങ്ങളെ ദ്രോഹിക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. ഇല്ലാതെ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒന്നും മാറാൻ പോണില്ല. എന്ത് വിചാരിച്ചാലും ഇത് മാറാൻ പോണില്ല. ആദ്യം ഭരിക്കണവൻ നന്നായിരിക്കണം, എങ്കിലേ ഭരണം നന്നായി, എങ്കിൽ ജനങ്ങൾ നന്നായി. ഇത് ഞാൻ ആദ്യം ആ ജനങ്ങൾ മാറി വരണം, എങ്കിലേ ഇവിടെ ശരിയാവും. വരില്ല, ഉറപ്പാണ്. എല്ലാ കാലവും നിങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ മാറ്റം വരാൻ പോകുന്നു.
മാറ്റം വരുത്തേണ്ടവൻ ഇവിടെ നേരെ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ മാറ്റം വരുള്ളൂ. അതിനുള്ളവന്മാർ ഒരുത്തനുമില്ല. നീ നന്നായിരുന്നാൽ നീ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്നെ തെറ്റിക്കും. അതാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. ഇല്ലെന്ന് പറയാം. നമ്മൾ പിള്ളേരാണ്, നമ്മൾ അത് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഇവിടെ മാറണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ നല്ല കഴിവുള്ളവൻ അതിനകത്ത് കയറിയില്ല. അത് കഴിവുള്ളവനെ കൊണ്ടുവരാൻ അനുവദിക്കും. ശരിയാ പോവാ. ശരി, വളരെ ഉപകാരം. ബോയ്സും ഗേൾസും ആയിട്ടുള്ള ഒരു വ്യത്യാസം മാറ്റും. ഗേൾസ് ബോയ്സ് ഉള്ള സ്കൂൾ ബേസ് എല്ലാം, ബോയ്സ് മാത്രമുള്ള സ്കൂളെല്ലാം മാറ്റും. പിന്നെ വേറെ അങ്ങനെയൊന്നും എല്ലാവർക്കും ഒരേപോലുള്ള ഓരോരുത്തർ പോയി കഴിഞ്ഞാൽ ഉള്ള ഏറ്റക്കുറച്ചിലുകൾ മാക്സിമം എങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അതായിരിക്കും ചെയ്യാൻ. വേറെ അഭിപ്രായമൊന്നും. പക്ഷെ ഒരു വികസനമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആകർഷിക്കുന്നത്. ആ വികസനം ഉണ്ടാക്കിയെടുക്കണം. ആ വികസനത്തിന് വേണ്ടി നമ്മളും പാടുപെടണം. അല്ല നമ്മളും ഇവിടെ കയറി ഇരുന്നിട്ട് ഗവൺമെൻറ് മാത്രം ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നടക്കും. അത് നമ്മളൊരു ഇതിലൂടെ ഉണ്ടാവണം. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുമോ അവർ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഏതെല്ലാം ലെവലിൽ നമ്മൾ സഹകരിക്കാൻ പറ്റുമോ അത്രത്തോളം സഹകരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഒരു പദ്ധതി ഇപ്പോഴേ നമ്മൾ ആസൂത്രണം ചെയ്ത് ഒരു ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തിട്ട് മറ്റൊരു ഗവൺമെൻറ്റാണ് വരുന്നുണ്ടെങ്കിൽ ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവർ അവകാശവാദം ഉന്നയിക്കും. അപ്പം തുടക്കം വയ്ക്കുന്നത് മറ്റൊരു ഗവൺമെൻറ് ആണെങ്കിൽ, ഉദ്ഘാടനം നടത്തുന്ന വേറൊരു ഗവൺമെൻറ് ആണെങ്കിൽ അവരത് അവകാശം പറയും. ഞാനാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തത്. സോ എല്ലാവരും ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ നമ്മുടെ ഫോർമാറ്റ് പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നന്നായി, താങ്ക് യു. എല്ലാവരും വൈബ്രൻസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തോണേ.